സാധാ ഹാരിയർ പോലെ ഡോർ അടയ്ക്കുമ്പോൾ ആ തട്ട് സൗണ്ട് അത്ര ഭീകരമായിട്ട് ഫീൽ ചെയ്യില്ല. ടാറ്റ ഹാരിയറിൽ ഇപ്പോൾ ഇല്ലാത്ത പവർ ട്രെയിനില്ലാന്ന് പറഞ്ഞാലോ, അങ്ങനെ പറയുമ്പോൾ ഇതിന് പെട്രോൾ ഇല്ലല്ലോ. എന്നാൽ പെട്രോൾ എഞ്ചിൻ വന്നിട്ടുണ്ട്, കൂടെ കുറച്ച് മാറ്റങ്ങളും. ഈ മാറ്റങ്ങൾ ഞാൻ പറയാം. ടാറ്റ ഹാരിയറിലെ എഞ്ചിൻ പുതിയതാണ്. മില്ലർ സൈക്കിളോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 170 PS 280 Nm. അതാണ് ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗറുകൾ. ഓക്കെ, ടർബോയ്ക്ക് വേരിയബിൾ ജോമെട്രി ഇലക്ട്രിക് ആക്സിലേറ്റർ ഉണ്ട്. കൂടാതെ ഏസിൻ്റെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ബോണ്ട് ഇൻസ്റ്റേഷൻ കാണാം, പക്ഷേ ഫുഡിന് ആ ഹൈഡ്രോളിക് സ്റ്റാർട്ടൊന്നുമില്ല. ഇതിന് കുറച്ച് ബലം കൂടുതലാണ്. അങ്ങനെ പറയാൻ കാരണം 80 കിലോളം വെയിറ്റ് റിഡക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു വാഷർ കൊടുത്തിട്ടുണ്ട് ഈ ക്യാമറയ്ക്ക്, അത് പിന്നിലും കാണാം. അതാണ് പ്രകടമായ മാറ്റം. സാധാ ഹാരിയർ പോലെ ഡോർ അടയ്ക്കുമ്പോൾ ആ തട്ട് സൗണ്ട് അത്ര ഭീകരമായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ഡാഷ്ബോർഡ്, കൂടാതെ ഈ പുതിയ കളർ തീം, ഇത് QLED സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അത് ഉള്ളിലെ മിററിൽ ഡിസ്പ്ലേ ആയിട്ട് കാണാം. ഇതിൻ്റെ മുന്നിലുമുണ്ട് ഡാഷ് ക്യാം. പിന്നെ റിവേഴ്സ് ഇടുമ്പോൾ ആ കണ്ണാടി ഉണ്ടോ, അത് മെമ്മറിയോട് സേവ് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ണാടി റിവേഴ്സ് ഇടുമ്പോൾ താഴേക്കാവും, റിവേഴ്സ് മാറ്റിയാൽ മുകളിലേക്കാവും. അത് 2 കണ്ണാടിക്കുണ്ട്. യൂറോപ്യൻ കാറുകളിലെ ഫീച്ചറാണ്.